ബീഹാർ മുൻ മുഖ്യമന്ത്രി കർപ്പൂരി താക്കൂറിന് ഭാരത് രത്ന പുരസ്കാരം മരണാനന്തര ബഹുമതിയായി പിന്നാക്ക വിഭാഗങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടിരുന്ന നേതാവാണ് ജൻ നായിക് എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടത്. ബീഹാറിൽ മദ്യനിരോധനത്തിനായും സംവരണത്തിനായും അദ്ദേഹം പോരാടി. ബീഹാറിലെ ആദ്യ കോൺഗ്രസ് ഇതര മുഖ്യമന്ത്രിയാണ് കർപ്പൂരി താക്കൂർ. ആർ അച്യുതൻ വിശദാംശങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അച്യുതൻ, വിവരങ്ങൾ. ഉന്മേഷ്, ബീഹാർ ജനതയെ സംബന്ധിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല കർപ്പൂരി ഠാക്കൂറിനെ കുറിച്ച്. കാര്യം അദ്ദേഹം മുൻപ് മുതൽ തന്നെ അദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലത്തിലൊക്കെ തന്നെ അദ്ദേഹം ജനപ്രീതിയുള്ള ഒരു നേതാവായിരുന്നു. അദ്ദേഹത്തിനാണ് ഇപ്പോൾ ഈ ഭാരതരത്ന പുരസ്കാരം നൽകിയിരിക്കുന്നത്. മരണാനന്തര ബഹുമതിയായി കൂടിയാണ് ഈ പുരസ്കാരം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇദ്ദേഹം 1977 മുതൽ 79 വരെ ഈ ബീഹാർ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഒരുപാട് തരത്തിൽ പിന്നോക്ക വിഭാഗങ്ങളുടെ മുന്നേറ്റത്തിന് വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള സംവരണ പദ്ധതികൾ അടക്കമുള്ളവ പ്രാവർത്തികമാക്കിയ ഒരു വ്യക്തി കൂടിയായിരുന്നു. ഒപ്പം തന്നെ പലതരത്തിൽ സാമൂഹ്യക്ഷേമത്തിനായി പ്രവർത്തിച്ചതടക്കമുള്ള ഒരു പാരമ്പര്യം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ കാലഘട്ടം മുതൽ അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത് അധ്യാപക ജോലിയിലടക്കം അദ്ദേഹം മറ്റുള്ളവരെ സഹായം പകരുന്നതിലൊക്കെ അദ്ദേഹം ഇടപെട്ടിരുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ്. അദ്ദേഹത്തിനാണ് ഇപ്പോൾ ഈ ഭാരതരത്ന പുരസ്കാരം നൽകിയിരിക്കുന്നത്. ഇദ്ദേഹം 1988 മരണമടയുന്നത്. അതിനുശേഷം ഈ നാളെ അദ്ദേഹത്തിന്റെ 100ാം ജന്മവാർഷികമാണ്. ആ 100ാം ജന്മവാർഷികത്തിലാണ് ഈ ഒരു ഭാരതരത്ന പുരസ്കാരം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആർ അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.